പ്രധാന വാർത്തയിലേക്ക്. പകുതി വില തട്ടിപ്പ് കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി DGP ഉത്തരവിറക്കി. 34 കേസുകളാണ് ഇതിനോടകം കൈമാറിയത്. എല്ലാ ജില്ലകളിലും പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ബിനിൽ ലീല സാബു ചേരുന്നുണ്ട്. ബിനിൽ, സംസ്ഥാനത്തൊട്ടാകെ പരാതി പ്രളയമാണ്. അപ്പോഴാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? DGP ഉത്തരവിറക്കിയപ്പോൾ അത് സൂചിപ്പിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഒന്നാകെ വലിയ പരാതി പ്രളയമുണ്ട്. അത് പരിഗണിച്ചാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് DGP വെങ്കടേഷ് ആയിരിക്കും ഇതിന് നേതൃത്വം നൽകുക. ഇപ്പോൾ എല്ലാ ജില്ലയിലും പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ 34 കേസുകൾ കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് 37 കോടിയുടെ തട്ടിപ്പാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ. അത് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം ഓരോ ജില്ലയിൽ രൂപീകരിച്ച് ഈ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അനന്തകൃഷ്ണനെതിരെ കൂടുതൽ പരാതികൾ ഇനിയും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ, നെടുമങ്ങാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ഈ പരാതികൾ ഉയർന്നു വരികയും ചെയ്തിരുന്നത്. നിലവിൽ എന്തായാലും ആ സാഹചര്യം പരിഗണിച്ചാണ് ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിക്കൊണ്ട് DGP ഉത്തരവിറക്കിയിരിക്കുന്നത്. ഗൗതം, പിന്നെ ഈ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പരാതികൾ ക്രോഡീകരിക്കുക. ഇതിൽ ഏത് തരത്തിലുള്ള പലതരത്തിലുള്ള പരാതികളുണ്ട്. അതായത് പറ്റിച്ചതുണ്ട്, പണം തട്ടിയതുണ്ട്, ഒപ്പം തന്നെ വഞ്ചനാക്കുറ്റമുണ്ട്. അങ്ങനെ വിവിധ കേസുകൾ, വിവിധ തരത്തിലുള്ള പരാതികളാണ് ഉന്നയിച്ചിട്ടുള്ളത്. കൂട്ടമായിട്ടുള്ള പരാതികൾ, ഇപ്പോൾ വായനശാലയുടെയൊക്കെ പേരിലുള്ള പരാതികളുണ്ട്, വ്യക്തിപരമായ പരാതികളുണ്ട്. അങ്ങനെ വലിയ പരാതികൾ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് എങ്ങനെ ക്രോഡീകരിക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ലക്ഷ്യം വയ്ക്കുന്നത്? എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു അന്വേഷണം സംബന്ധിച്ച് അവരുടെ ഒരു മാസ്റ്റർ പ്ലാൻ എങ്ങനെയായിരിക്കും? നിലവിൽ എന്തായാലും എല്ലാ ജില്ലകളിലും പ്രത്യേക സംഘം രൂപീകരിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. അത് ആ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ പരാതികൾ പല വിധത്തിലുണ്ട്. അത് ക്രോഡീകരിച്ച് വ്യത്യസ്തമായ അന്വേഷണം നടത്തണം. അതുകൊണ്ട് തന്നെയാണ് ഓരോ ജില്ലയിലും പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പിന്നീട് പുറത്തേക്ക് വരികയുള്ളൂ. നിലവിൽ എന്തായാലും ഈ അന്വേഷണത്തിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. നിലവിൽ എന്തായാലും കൂടുതൽ പരാതികളുണ്ട്. ഓരോ ജില്ലകളിലും പരാതികളുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ പരാതി പ്രളയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അന്വേഷണം പോലീസിന് മുന്നോട്ട് കൊണ്ടുപോവുക അത് എളുപ്പമുള്ള ഒന്നല്ല. കാരണം അതിനൊരു ഏകീകരണ സ്വഭാവം വേണം. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് പ്രത്യേക സംഘമായി ഇത് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും കൈമാറിയിരിക്കുന്ന 34 പരാതികളാണ്. ആ പരാതികൾ ക്രൈംബ്രാഞ്ച് പ്രാഥമികമായി പഠിക്കുകയും കൂടുതൽ പരാതികൾ ലഭിക്കുമ്പോൾ അത് പഠിച്ച് ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൈമാറിയ പരാതികൾ പ്രകാരം 37 കോടി തട്ടിയെന്നാണ് അത്തരം ഒരു സംഖ്യ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും അതല്ല, അതിൽ കൂടുതൽ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരേ ഒരു കാര്യം കൂടി. അതായത് ഇപ്പോൾ ഈ MLA മാരുൾപ്പെടെ പല ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ എതിരെയുള്ള മൊഴികളും കേസുകളും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നജീബ് കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരുമെന്നതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. അതായത് ഈ അനന്തകൃഷ്ണന്റെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് നിരവധി രാഷ്ട്രീയ നേതാക്കളുണ്ട്. മാത്യു കുഴൽനാടന്റെ പേരുണ്ട്. അതോടൊപ്പം തന്നെ ഗൗതം പറഞ്ഞതുപോലെ നജീബ് കാന്തപുരമുണ്ട്. അത്തരത്തിലുള്ള പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ ആ മൊഴിയിലുണ്ട്. അതിൽ ആ അന്വേഷണ പരിധിയിലേക്ക് ഇവരും വരും. കാരണം ഇതിന്റെ ഡിജിറ്റൽ തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്നാണ് അനന്തകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കണം. അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്തായാലും ആ തെളിവുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ, അതായത് തെളിവുകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഈ MLA മാരും രാഷ്ട്രീയ നേതാക്കളടക്കം അതിലേക്ക് വരികയും ചെയ്യും. അത് അവരെ ഇതിൽ ഉൾപ്പെടുത്തണോ അല്ലെങ്കിൽ കേസിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ ഈ ഡിജിറ്റൽ തെളിവുകളിൽ ഇവരുടെ പേരടക്കമുള്ള അല്ലെങ്കിൽ തുക കൈമാറിയതിന്റെ വിശദാംശങ്ങൾ അതിലുണ്ടെങ്കിൽ മാത്രമേ ഇവർ കേസിന്റെ ഭാഗമായി അതിലേക്ക് ഉൾപ്പെടുത്തുകയുള്ളൂ. എന്തായാലും അത്തരം പരിശോധനകളുടെ ഭാഗമായി MLA മാരും രാഷ്ട്രീയ നേതാക്കളും ഇതിൽ വരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോൾ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. MLA മാർക്കെതിരെയുള്ള കേസുകൾ ഉൾപ്പെടെ പരിശോധനത്തിന് ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് അവരിലേക്ക് കൂടി അന്വേഷണം നീളുമോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ പകുതി വില തട്ടിപ്പ് കേസിൽ അന്വേഷണം ഇനി ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വിവരങ്ങൾ നൽകിയത് ബിനിലാണ്.